ഏതാടി നിന്റെ കാമുകൻ? ഈ കടയുടെ മോനാളി ആരാന്ന്? എത്ര കാലയാടാ തുടങ്ങിയിട്ട്? 5 വർഷമായിട്ട്. എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്താ? വാടക കൊടുക്കണം, കാശുണ്ടാക്കണം. ഉത്സവത്തിന്റെ 2ാം ദിവസമായി 130-ന് സമൂഹ അനുവനം വൈകുന്നേരം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു? പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാറേ? 3 വർഷം ജീവിച്ചു. കീരിയും പാമ്പും പോലായിരുന്നു സാറേ. 3 വർഷം. എത്ര മക്കള്? 3 മക്കള്. ഈ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം ഈരിയും പമ്പ് പോലെ ആയിരുന്നു. മക്കള് 3. അതിനകത്ത് എവിടെ ഒരു ലോജിക്ക് പ്രശ്നം ഉണ്ടല്ലോ. അത് വേറെ ഒന്നും അല്ല സാറേ. അതെന്ന് പറഞ്ഞാൽ ഇവരുടെ അച്ഛൻ എനിക്ക് ശ്രീധരൻ തന്നു റെയിൽവേ പുറം പോക്കാ. ഒരു 12 മണിയാകുമ്പോ കോന്നും പറഞ്ഞ ട്രെയിൻ വരും. പിന്നെ എനിക്ക് ഉറക്കമില്ല. 12:05 ഒരു ട്രെയിൻ വരും. വെളുപ്പിന് 4 മണി വരെ ട്രെയിൻ പോക്കാ. മനുഷ്യന് കിടന്ന ഉറക്കം വരുമോ? ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒരു നേരം പോക്കൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയി. റെയിൽവേ പുറം പോക്കാണ് വിഷയം, അല്ല ഞാനല്ല. നീ അല്ല വിഷയം. തേങ്ങ വിറ്റ് പണം നീ അങ്ങോട്ട് മുക്കിന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്നൊരു പോക്കറ്റടിക്കാരെ ഇവിടെ മുളച്ചു വരിക. സത്യമാണെന്ന് അതാരോ പോക്കറ്റ് അടിച്ചതാ. അങ്ങനെ ഒരു തനി നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ സംശയിക്കരുത്. ഈ മീശ വെച്ച് കരയിലട കഴുതേ. വെള്ളം വീണ് വീണ് ഇനി അത് വളരും. നിന്റെ ചേട്ടനെ കാണാൻ എന്നാ ലുക്കാടി? ലുക്ക് മാത്രമേ ഉള്ളടി, വെറും കച്ചറയാണ്. അച്ഛന്റെ കാശ് മുടിപ്പിക്കാൻ വേണ്ടി നടക്കുവാടി. 22 സപ്ലി ഉണ്ട് എഴുതാനൊക്കെ. എടി തെണ്ടിപ്പെങ്ങളെ, നിന്നെ ഞാൻ കാണിച്ചു തരാട്ടോ.